ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്ട് 5 ക്ലാസ് ആണ്. അതായത് പാർട്ട് 4 നമ്മൾ 4 കമ്പോണൻറ്റ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. ഏതൊക്കെയായിരുന്നു 4 കമ്പോണൻറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ്. ഇത്രയായിരുന്നു ആ ഒരു 4 കമ്പോണൻറ്റിൽ നമ്മൾ 4 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും. ഓക്കെ, ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കും. ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മണി മാർക്കറ്റ് എന്താണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്. ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതാണ് അല്ലേ. അതിനേക്കായി കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതുപോലെ ഡിസഡ്വാൻറ്റേജ്, ഇതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയും പിന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട് യൂഷ്വലി ഫോർ 1 ഇയർ ഈസ് കോൾഡ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ഓൾറെഡി മണി മാർക്കറ്റ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റും പഠിച്ചു. അപ്പോൾ അതറിയാമെങ്കിൽ ആ 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഏതാണ്? മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട് എന്താണ്? ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് ടേം അപ് ടു 1 ഇയർ വരെയുള്ള ഫണ്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്: ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. എന്താണ്? മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതെന്നാണ് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷനിൽ സെക്യൂരിറ്റി പ്രൈസ് ഫോർമേഷൻ, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ബിൽ മാർക്കറ്റ്, പിന്നെ പറയുന്നു ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്, പിന്നീട് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇതിന്റെ ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അറിയണം എന്നില്ല അല്ലേ. നമുക്ക് ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് എന്താണ്? പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് മണി മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. ദെൻ അതിനുശേഷം ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ടും പിന്നെ അതിന്റെ ഡിഫറൻസും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം, മണി മാർക്കറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് മണി മാർക്കറ്റും അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും ഒക്കെ ഡിസ്കസ് ചെയ്തതല്ലേ. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയാണ്, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ഫണ്ടിനെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. മണി മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്. അപ്പൊ ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റി പീരീഡ് അപ് ടു 1 ഇയർ വരെ. എന്താണ്? 1 ഇയർ വരെ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു വർഷത്തിനുള്ളിൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ആ ഇൻസ്ട്രുമെന്റ് ഒക്കെ നമ്മൾ ഒരുപാട് വൈഡ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ. പിന്നീട് പറയുന്നു ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റ്. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ? എന്തിന്റെ മാർക്കറ്റാണ്? ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റിന്റെ എന്താണ്? മാർക്കറ്റാണ്. വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മണി. എന്താണ്? മണിയായിട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. കാരണം ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ പറ്റും, അല്ലെങ്കിൽ 3 മാസം എടുക്കുന്നതുണ്ട്, 6 മാസം എടുക്കുന്നതുണ്ട്, 91 ഡേയ്സ് എടുക്കുന്നതുണ്ട് അല്ലേ. എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഫിനാൻഷ്യൽ അസറ്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫോർ മീറ്റിംഗ് ദ ടെമ്പററി ഷോർട്ടേജ് ഓഫ് ക്യാഷ്. എന്താണ്? നമുക്കൊരു ടെമ്പററി ആവശ്യം വരികയാണ്. അതായത് ചിലപ്പം ഒരു ദിവസത്തേക്കായിരിക്കും നമുക്ക് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻസ് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു 14 ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം, എന്തായാലും വിത്തിൻ 1 ഇയറിനുള്ളിൽ നിൽക്കുന്ന ഒരു ഷോർട്ട് ടേം നീഡായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? മീറ്റിംഗ് ദി ടെമ്പററി ഷോർട്ടേജ് ഓഫ് ക്യാഷ്. നമുക്ക് ക്യാഷിന്റെ ഒരു ടെമ്പററി ഷോർട്ടേജ് ആണ് വരുന്നത് എങ്കിൽ അത് മീറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? മണി മാർക്കറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ മീറ്റിംഗ് ദി ലിക്വിഡിറ്റി നീഡ് ഓഫ് ദി ലെൻഡർ. എന്താണ് ലിക്വിഡിറ്റി നീഡ് എന്ന് പറഞ്ഞാൽ? അത്യാവശ്യമായിട്ടും പണത്തിന് ആവശ്യമുള്ള ആ ഒരു ലെൻഡറിന്റെ ആ ഒരു നീഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മണി മാർക്കറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ട് ടേം റിക്വയർമെന്റ് ഓഫ് ദി ബോറോവർ. എന്താണ്? ലെൻഡറിന്റെയും അല്ലെങ്കിൽ ബോറോവറിന്റെ ഷോർട്ട് ടേം റിക്വയർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട, അല്ലെങ്കിൽ അത്രയും പീരീഡത്തേക്ക് മതി, ഒരുപാട് നാളത്തേക്ക് വേണ്ട, ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെ ഉള്ള ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ടിന്റെ ആവശ്യകത എന്ത് ചെയ്യാണ്? മീറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? മണി മാർക്കറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മണി മാർക്കറ്റ്? നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ.
ഷോർട്ട് ടേം ഫണ്ടുകളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ടെമ്പററി ഷോർട്ടേജ് ഓഫ് ക്യാഷ് ആണ് അവിടെ മീറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. പിന്നെന്താണ് മീറ്റിംഗ് ദി ലിക്വിഡിറ്റി നീഡ് ഓഫ് ദി ബോറോവർ അല്ലെങ്കിൽ ലെൻഡർ. പിന്നീട് നമ്മൾ പറഞ്ഞത് ഷോർട്ട് ടേം റിക്വയർമെന്റ്. അപ്പോൾ ആ ഷോർട്ട് ടേം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ എവിടെ ഓർത്തിരിക്കുക? മണി മാർക്കറ്റിൽ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ഗോട്ടറി ക്രൗദർ എന്ന് പറയുന്ന വ്യക്തി മണി മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്തത് എന്താണ്? മണി മാർക്കറ്റ് ഇസ് ദി കളക്റ്റീവ് നെയിം ഗിവൺ ടു ദി വേരിയസ് ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽ ഇൻ വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി. എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു കളക്റ്റീവ് നെയിമാണ്, അതായത് ഒരു കൂട്ടം സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ ഫേംസിന്റെ ഒക്കെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഡീലിംഗ് ഇൻ ദി വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി, അതായത് മണിക്ക് അടുത്ത് നിൽക്കുന്ന, അതായത് നമ്മുടെ ക്യാഷിനോട് അടുത്ത് നിൽക്കുന്ന, അതായത് പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഡീല് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അതുപോലെ തന്നെ ഫേമിന്റെയും എന്താണ് ഒരു കളക്റ്റീവ് നെയിമിനെയാണ് എന്തെന്ന് പറഞ്ഞത്? മണി മാർക്കറ്റ് എന്ന് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി എന്ന് പറഞ്ഞത്. ഓക്കെ, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് അത് വരുന്നത്. അതായത് 1 ഇയറിനുള്ളിൽ അല്ലെങ്കിൽ 1 ഇയർ മെച്യൂരിറ്റി പീരീഡ് ഉള്ള എന്താണ് സെക്യൂരിറ്റീസ് ആണ് ഏതെന്ന് പറയുന്നത്? നിയർ അല്ലെങ്കിൽ നിയർ ഗ്രേഡ്സ് ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അതാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറയുന്നു നിയർ മണി റിഫേഴ്സ് ടു ബാങ്ക് ഡിപ്പോസിറ്റ്. എന്തൊക്കെയാവാം നിയർ മണി എന്ന് പറഞ്ഞത്? ബാങ്ക് ഡിപ്പോസിറ്റ് ആകാം, മണി അറ്റ് കോൾ, ഷോർട്ട് നോട്ടീസ്, അതുപോലെ തന്നെ ട്രഷറി ബില്ല് എക്സെട്ര. ഇതൊക്കെ നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലേ? എന്താണ് ട്രഷറി ബില്ല്, അതുപോലെ തന്നെ എന്താണ് കോൾ മണി, നോട്ടീസ് മണി, പിന്നീട് എന്താണ് ബാങ്ക് ഡിപ്പോസിറ്റ്. ഇവയൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ ഉള്ള അസറ്റുകൾ, ഫിനാൻഷ്യൽ അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ഈ നിയർ മണി എന്ന് പറയുന്നത് കേട്ടോ. ഗ്രേഡ്സ് ഓഫ് നിയർ മണി എന്ന് പറഞ്ഞാൽ പല ഗ്രേഡുകളുണ്ട്. അതിൽ കോൾ മണി, നോട്ടീസ് മണി, അതുപോലെ തന്നെ ട്രഷറി ബില്ല്, ബാങ്ക് ഡിപ്പോസിറ്റ്, ഇങ്ങനെ നമ്മൾ CPC അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അവയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഇവിടെ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദേ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മണി എയ്തർ ഇമ്മീഡിയറ്റ്ലി ഓർ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ഇവയൊക്കെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ 14 ദിവസം എടുക്കും, അല്ലെങ്കിൽ 91 ഡേയ്സ് എടുക്കും, 182 ഡേയ്സ് എടുക്കും. അങ്ങനെ എന്താണ് ഫ്യൂച്ചറിലുള്ള അടുത്തുള്ള ഒരു പീരീഡിൽ തന്നെ വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ എന്തായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. മണി മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ജസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. മണി മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടതല്ലേ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നോക്കാം. ടു ബ്രിങ് ഔട്ട് ആൻ ഇക്വിലിബ്രിയം ഇൻ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. എന്താണ്? ഷോർട്ട് ടേം ഫണ്ടിന്റെ ഡിമാൻഡും സപ്ലൈയും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുക എന്നുള്ളത് ആരുടെ ഒബ്ജക്റ്റീവാണ്? മണി മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവാണ്. അപ്പൊ ഷോർട്ട് ടേം ഫണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? മണി മാർക്കറ്റിന്റെ ആണ്. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ടിന്റെ ഡിമാൻഡിലും സപ്ലൈയിലും ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരിക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? നമ്മുടെ മണി മാർക്കറ്റിന്റെ ധർമ്മമാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് പറയുന്നു ടു എനേബിൾ ദി സെൻട്രൽ ബാങ്ക് ടു എൻഷർ ലിക്വിഡിറ്റി ഇൻ ദി ഇക്കോണമി. എന്താണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ RBIക്ക് നമ്മുടെ ഇക്കോണമിയിലുള്ള ലിക്വിഡിറ്റി എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, മണി മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ സെൻട്രൽ ബാങ്ക്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മണി മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി, നമ്മുടെ സെൻട്രൽ ബാങ്കിന് നമ്മുടെ ഇക്കോണമിയിലെ ലിക്വിഡിറ്റി എൻഷർ ചെയ്യുക എന്നുള്ളൊരു ധർമ്മം ആര് ചെയ്യുന്നുണ്ട്? മണി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി ആണ് ഇവിടെ നോക്കേണ്ടത്, എൻഷർ ലിക്വിഡിറ്റി. ദെൻ അടുത്ത പോയിന്റ് ആണ് ടു ഹെൽപ്പ് ദി യൂസേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് ടു മീറ്റ് ദെയർ റിക്വയർമെന്റ് ക്വിക്ക്ലി അറ്റ് റീസണബിൾ കോസ്റ്റ്. എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താ? പെട്ടെന്നും അതുപോലെ തന്നെ റീസണബിൾ കോസ്റ്റിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ, ഓക്കെ, അവർക്ക് പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ അവരെന്ത് ചെയ്താൽ അവരെന്ത് ചെയ്താൽ മതി? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം?
നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റീസണബിൾ കോസ്റ്റിലും അതുപോലെ തന്നെ പെട്ടെന്നും ഷോർട്ട് ടേം ഫണ്ട് ആവശ്യമായി വരുന്ന സമയത്ത് നമ്മുടെ യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ മണി മാർക്കറ്റ് ഉണ്ടായത് കൊണ്ടാണ്. പിന്നീട് പറയുന്നു ടു പ്രൊവൈഡ് പാർക്കിംഗ് പ്ലേസ്. എന്താണ്? ഒരു പാർക്കിംഗ് പ്ലേസ് ആണ് ടു എംപ്ലോയ് ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ട്. എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെക്കണം അല്ലെ, പാർക്ക് ചെയ്യണം. പാർക്കിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കയ്യിൽ ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സുകാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ബിസിനസ്സിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കയ്യിൽ എക്സസ് ഇരിക്കുന്ന ഒരു എമൗണ്ട്, ഓക്കെ, അത് വെറുതെ അവർ കയ്യിൽ വെച്ചിരുന്നാൽ അവർക്ക് അതിൽ നിന്ന് ഒരു റിട്ടേണും കിട്ടില്ല അല്ലെ. പകരം എന്ത് ചെയ്യാം? മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അപ്പൊ ആ പാർക്കിംഗ് പ്ലേസ് എങ്ങോട്ട് മാറി? ആ വെറുതെ ഇരുന്ന പൈസ പാർക്കിംഗ് പ്ലേസിലോട്ട്, അതായത് മണി മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? അതിനൊരു റിട്ടേൺ കിട്ടും. അപ്പൊ അവരുടെ എന്താണ്? ക്യാപിറ്റലിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഷോർട്ട് ടേം ഫണ്ടിനെ എന്താണ്? ഒരു പാർക്കിംഗ് പ്ലേസ് കൊടുക്കുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? മണി മാർക്കറ്റിന്റെ ധർമ്മമാണ്. അതാണ് പറഞ്ഞത് ടു പ്രൊവൈഡ് എ പാർക്കിംഗ് പ്ലേസ് ടു എംപ്ലോയ് ഷോർട്ട് ടേം ഫണ്ട്. അപ്പൊ ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ട്, സർപ്ലസ് ആയിട്ട് ബാക്കിയിരിക്കുന്ന ഷോർട്ട് ടേം ഫണ്ടുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആര് കൊടുക്കുന്നുണ്ട്? മണി മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ മണി മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഷോർട്ട് ടേം ഫണ്ടിന്റെ ഡിമാൻഡ് സപ്ലൈയിലും ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ സഹായിക്കുന്നത് ആരാണ്? മണി മാർക്കറ്റ് ആണ്. രണ്ടാമത് പറഞ്ഞു നമ്മുടെ സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിയിലെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നത്? മണി മാർക്കറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ യൂസേഴ്സിന്, അതിന്റെ ആവശ്യക്കാർക്ക് ക്വിക്കായിട്ടും റീസണബിൾ കോസ്റ്റിലും ഷോർട്ട് ടേം ഫണ്ട് അവൈൽ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? മണി മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നീട് എന്താണ്? സർപ്ലസ്, ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ടിന്റെ ഒരു പാർക്കിംഗ് പ്ലേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? മണി മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ 1 by 1 ആയിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ് ആണ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മണി മാർക്കറ്റ് നിർവഹിക്കുന്നത് എന്നാണ്. ആദ്യത്തെ തന്നെ എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മുടെ ഇക്കോണമിയെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? മണി മാർക്കറ്റ് വഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രീസിനും ട്രേഡിനും കൊമേഴ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ട് റീസണബിൾ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മണി മാർക്കറ്റ് ആണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ബിസിനസ്സും ട്രേഡും കൊമേഴ്സും ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി നമ്മുടെ ഇക്കോണമിയെ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനും പറ്റും അല്ലെ. നോക്കാം. മണി മാർക്കറ്റ് ഹെൽപ്പ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബൈ പ്രൊവൈഡിങ് ഷോർട്ട് ടേം ഫിനാൻസ് ടു ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഏതൊക്കെയാണ്? നമ്മുടെ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ട്രേഡ്, കൊമേഴ്സ്, ഈ 3 ഏരിയയിലും ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫിനാൻസ് കൊടുക്കുക എന്നുള്ളത് മണി മാർക്കറ്റിന്റെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ മണി മാർക്കറ്റ് നിർവഹിക്കുന്ന ഒരു എന്താണ് ജോലിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ 3ലും ഒരു എന്താണ് എക്സ്ട്രാ ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇക്കോണമിയുടെ ഒരു ഫുൾ ഡെവലപ്മെന്റിലേക്കാണ് ഏതൊക്കെ പോകുന്നത്? ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്താലും ട്രേഡ് ഡെവലപ്പ് ചെയ്താലും കൊമേഴ്സ് ഡെവലപ്പ് ചെയ്താലും നമ്മുടെ ഇക്കോണമിയിൽ അതൊരു വലിയൊരു ഡെവലപ്മെന്റിലേക്കാണ് വരുന്നത്. ദ ഫിനാൻസിങ് ഈസ് ഡൺ ത്രൂ ഡിസ്കൗണ്ടിങ് ട്രേഡ് ബിൽ. എന്തൊക്കെയാണ്? ഡിസ്കൗണ്ടിങ് ട്രേഡ് ബില്ല്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അക്സെപ്റ്റൻസ് ഹൗസ് എക്സെട്ര. എന്താണ്? ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫിനാൻസിങ് നടത്തുന്നത്? ട്രേഡ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് വഴിയാകാം, അക്സെപ്റ്റൻസ് ഹൗസ് വഴിയാകാം അല്ലെ. ഇങ്ങനെയൊക്കെ ആർക്ക് ആവശ്യമായിട്ടുള്ളതാണ്? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇൻഡസ്ട്രിക്കും ട്രേഡിനും കൊമേഴ്സിനും ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫിനാൻസ് കൊടുക്കുന്നത് വഴി നമ്മുടെ ഇക്കോണമിയിലെ തന്നെ ഫുൾ ഡെവലപ്മെന്റിന് ആര് നേതൃത്വം വഹിക്കുകയാണ്? നമ്മുടെ മണി മാർക്കറ്റ് നേതൃത്വം വഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മുടെ ഇക്കോണമിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഷോർട്ട് ടേം ഫണ്ട് ഇൻഡസ്ട്രിക്കും ട്രേഡിനും കൊമേഴ്സിനും നൽകിക്കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. എന്താണ്? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് ആര് നൽകുന്നത്? മണി മാർക്കറ്റ് നൽകുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദി ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് മണി മാർക്കറ്റ്. നമ്മുടെ മണി മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ദേ ഹാവ് ടു പുട്ട് ദെയർ എക്സസ് റിസർവ് ടു പ്രൊഡക്റ്റീവ് ചാനൽസ് ടു ഏൺ ഇൻകം. എന്താണ് നമ്മുടെ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? നോർമൽ ബാങ്കിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റും അതുപോലെ തന്നെ ലെൻഡിങ് മണിയാണ് അല്ലേ. അതെല്ലാവർക്കും അറിയാലോ നോർമൽ ബാങ്കിങ് ഫംഗ്ഷൻ എന്താണെന്ന്. അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് ഡിപ്പോസിറ്റ് നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ലെൻഡ് ചെയ്യുന്നു.
ഇനി അവർക്ക് ഇതിൻ്റെ ഒരു മിച്ചം ഉണ്ട് എങ്കിൽ, അതായത് ഡിപ്പോസിറ്റ് ആയിട്ട് വാങ്ങിച്ചു വെച്ച് അത്രയും അവർ ലെൻഡ് ചെയ്യുന്നില്ല, അവർക്കൊരു എക്സസ് റിസർവ് ഉണ്ട് എങ്കിൽ അത് അവർ ബാങ്കിൽ തന്നെ വെച്ചിരുന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുമോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതുപോലെ എക്സസ് ആയിട്ട് എന്തെങ്കിലും റിസർവ് ഉണ്ട് എങ്കിൽ അത് പ്രൊഡക്റ്റീവ് ചാനലിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ശ്രമിക്കും. ആ അവസരത്തിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സഹായിക്കുക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? മണി മാർക്കറ്റിന്റെ ധർമ്മമാണ്. കാരണം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ എന്താണ്, ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഏണിങ്സ് എന്താണ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കമ്പോണന്റ്, അതായത് മണി മാർക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ നോർമൽ ബാങ്കിങ് ബിസിനസ് അല്ലെങ്കിൽ നോർമൽ ബാങ്കിങ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന എക്സസ് റിസർവുകൾ എവിടെ ഇടാറുണ്ട്? മണി മാർക്കറ്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുവഴി അവർക്കൊരു എക്സ്ട്രാ ഇൻകം എന്താണ് ഏൺ ചെയ്യാണ് ചെയ്യുന്നത്. സച്ച് എക്സസ് റിസർവ് ആർ ജനറലി ഇൻവെസ്റ്റഡ് ഇൻ നിയർ മണി അസറ്റ്. എന്താണ് ഇങ്ങനെ എക്സസ് ഇരിക്കുന്ന എമൗണ്ട് അവർ ഒരിക്കലും കൊണ്ടുപോയി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, പെട്ടെന്നൊരു ആവശ്യം വരും. ചിലപ്പോൾ ഡിപ്പോസിറ്റ് ഇട്ട ആള് തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ പുതിയൊരു ലെൻഡർ വരൂലേ, അങ്ങനെയുള്ള സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ആ പൈസ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു ലോങ് ടേം നേച്ചറുള്ള ഒരു അസറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെ ഷോർട്ട് ടേം അല്ലെങ്കിൽ നിയർ മണി അസറ്റിലാണ് ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതപ്പോൾ എവിടെയാണ് വരുന്നത്? നമ്മുടെ മണി മാർക്കറ്റ് സിസ്റ്റത്തിലാണ് എന്ത് വരുന്നത്? നിയർ മണി മാർക്കറ്റ് അല്ലെങ്കിൽ നിയർ മണി അസറ്റുകൾ വരുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ്, മണി മാർക്കറ്റിന്റെ ഒരു കമ്പോണന്റ് ആണ്. അവരുടെ നോർമൽ ബാങ്കിങ് ബിസിനസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റും ലെൻഡിങ് മണിയും കഴിഞ്ഞിട്ട് അവർക്കൊരു എക്സസ് റിസർവ് ഉണ്ട് എങ്കിൽ അവർ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? നിയർ മണി അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുവഴി അവർക്കൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ബോറോയിങ് ബൈ ദി ഗവൺമെന്റ്. എന്താണ്, ഗവൺമെന്റിന് എന്താണ് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ നമുക്കറിയാം, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് ട്രഷറി ബില്ലിന്റെ കാര്യം അല്ലെ. ട്രഷറി ബില്ല് അല്ലെങ്കിൽ ടി ബില്ല്, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം എന്താണ് സെക്യൂരിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ട്രഷറി ബില്ല് അല്ലെങ്കിൽ ടി ബില്ല്. അപ്പൊ ഗവൺമെന്റിനും ഇതുപോലെ പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? ഫണ്ട് സമാഹരിക്കാം. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആണ് ഏതെന്ന് പറയുന്നത്? ട്രഷറി ബില്ല് അല്ലെങ്കിൽ ടി ബില്ല് എന്ന് പറഞ്ഞത്. അപ്പൊ ഗവൺമെന്റിനും ബോറോ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയ ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ദ മണി മാർക്കറ്റ് ഹെൽപ്പ് ദി ഗവൺമെന്റ് ഇൻ ബോറോയിങ് ഷോർട്ട് ടേം ഫണ്ട് അറ്റ് ലോ റേറ്റ്. എന്താണ് ഷോർട്ട് ടേം ഫണ്ട് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ദിസ് ബോറോയിങ് ഈസ് ഡൺ ത്രൂ ട്രഷറി ബില്ല്. എന്താണ്, നമ്മുടെ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇഷ്യൂ ചെയ്യും? ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷോർട്ട് ടേം ഫണ്ട് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്താ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മണി മാർക്കറ്റ് നമ്മുടെ ഗവൺമെന്റിനെയും സഹായിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്, ബോറോയിങ്സ് ബൈ ദി ഗവൺമെന്റ്. നെക്സ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. അതായത് നമ്മുടെ മണി മാർക്കറ്റ് അത്രയും ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്കിൽ സെൻട്രൽ ബാങ്കിന് അവരുടെ മോണിറ്ററി പോളിസീസ് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? അഡോപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതെന്ത് ചെയ്യാനും പറ്റും? സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അതാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്, ഇമ്പോർട്ടൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ RBI, നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ അവർക്ക് എന്താണ് ഈസി ആയിട്ട് അവരുടെ മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് എന്ത് ഉണ്ടായിരിക്കണം. എങ്കിലാണ് അവർക്ക് ഈസി ആയിട്ട് അവരുടെ മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നോക്കാം, ഇഫ് ദ മണി മാർക്കറ്റ് ഈസ് വെൽ ഡെവലപ്ഡ് ദ സെൻട്രൽ ബാങ്ക് ഇംപ്ലിമെന്റ് ദ മോണിറ്ററി പോളിസി സക്സസ്ഫുള്ളി. എന്താണ്, സെൻട്രൽ ബാങ്കിന് അവരുടെ മോണിറ്ററി പോളിസി സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മണി മാർക്കറ്റ് എന്തായിരിക്കണം? അത്രയും വെൽ ഡെവലപ്ഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഓൺലി ത്രൂ മണി മാർക്കറ്റ് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ കൺട്രോൾ ദ ബാങ്കിങ് സിസ്റ്റം. എന്താണ്, മണി മാർക്കറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാങ്കുകളുടെ ഫുൾ സിസ്റ്റവും എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മണി മാർക്കറ്റിന്റെ ഒരു സഹായം എവിടെ ഉണ്ട്? നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്.
നെക്സ്റ്റ് പോയിന്റ് ആണ് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്. ദ മണി മാർക്കറ്റ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫറിങ് ഫണ്ട് ഫ്രം വൺ സെക്ടർ ടു അനദർ. എന്താണ് മണി മാർക്കറ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഫണ്ട് ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്തിരിക്കുന്ന ഫണ്ടിനെ മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നോ കൺട്രി ക്യാൻ ഡെവലപ്പ് ഇറ്റ്സ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അൺലെസ് ദി ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ പ്രോപ്പർലി മൊബിലൈസ്ഡ്. എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് കറക്റ്റായിട്ട് മൊബിലൈസ് ചെയ്തില്ല എങ്കിൽ, എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് കറക്റ്റായിട്ട് മൊബിലൈസ് ചെയ്തില്ല എങ്കിൽ ആ രാജ്യത്തിന്റെ ട്രേഡും കൊമേഴ്സും ഇൻഡസ്ട്രിയും ഒന്നും ഒരിക്കലും ഡെവലപ്പ് ആകില്ല. കാരണം എന്താ, പല സ്ഥലത്തായിട്ട് ഇരിക്കുന്ന നമ്മുടെ സേവിങ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കാണ്? ഇതുപോലെയുള്ള ട്രേഡിനും കൊമേഴ്സിനും ഇൻഡസ്ട്രിക്കൊക്കെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാണ് അല്ലേ? എങ്കിൽ മാത്രമേ അവർക്ക് എന്താകാൻ പറ്റൂ? ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഡെവലപ്പ് ആയെങ്കിലേ നമ്മുടെ ഇക്കോണമി മൊത്തത്തിൽ ഡെവലപ്പ് ആകും അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് നടത്തുന്നത് ആരുടെ ധർമ്മമാണ്, അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻ ആണ്? നമ്മുടെ മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇവിടുത്തെ ഫണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് ടേം ഫണ്ട് ആയിരിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടുത്തെ ഫണ്ട് എന്താണ്? ഷോർട്ട് ടേം ഫണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? മണി മാർക്കറ്റിന്റെ ധർമ്മമാണ്. നെക്സ്റ്റ് പറയുന്നു സെൽഫ് സഫിഷ്യൻസി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സെൽഫ് സഫിഷ്യൻസി? സ്വന്തമായിട്ടുള്ള സഫിഷ്യൻസി ആണ് അല്ലേ? ഇവിടെ എന്താ പറയുന്നത് നോക്കാം. In case of security of resources, the commercial bank can meet their requirement by recalling some securities instead of borrowing from central bank at a higher interest rate. അതായത് ഇവിടെ എന്താ പറഞ്ഞത്? നമുക്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണ്, എന്തെങ്കിലും ഒരു ഫണ്ടിന് ആവശ്യം വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൊമേഴ്ഷ്യൽ ബാങ്ക് അത് റിക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്താൽ മതി? റീകോൾ ചെയ്താൽ മതി. എന്തിനു പകരം? നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ അടുത്ത് പോയി ഹയർ ഇൻട്രസ്റ്റ് റേറ്റിന് വീണ്ടും എന്ത് ചെയ്യുക? ബോറോ ചെയ്യുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്താൽ മതി? അവർ ഇഷ്യൂ ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്താൽ മതി? സെക്യൂരിറ്റീസിനെ റീകോൾ ചെയ്താൽ മതി അറ്റ് ദെയർ റിക്വയർമെന്റ്. ഇൻ കേസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് റിസോഴ്സസ്, the commercial bank can meet their requirement by recalling some securities. കുറച്ച് സെക്യൂരിറ്റീസ് ഒക്കെ റീകോൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാം. പകരം എന്തിനു പകരമാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBIക്ക് പോയി ഹൈ ഇൻട്രസ്റ്റ് റേറ്റിന് വീണ്ടും ബോറോ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്താലും എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത് എന്തിനു സഹായിക്കുന്നു? കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു സെൽഫ് സഫിഷ്യൻസി സ്വന്തമായിട്ട് തന്നെ അവർക്ക് ചെയ്തുകൂടെ? മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതിന് പകരം അവർക്ക് തന്നെ ഒരു സഫിഷ്യൻസി ഉറപ്പാക്കുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? മണി മാർക്കറ്റിന്റെ ധർമ്മമാണ്. നെക്സ്റ്റ് പറയുന്നു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ്? നമുക്കറിയാം പല സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്ന സേവിങ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? മണി മാർക്കറ്റ് ചെയ്യുന്നത്. മണി മാർക്കറ്റ് ഹെൽപ്പ് ടു എൻകറേജ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദം. എന്താണ്? മണി മാർക്കറ്റ് ആണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റിനെയും എന്ത് ചെയ്യാണ്? എൻകറേജ് ചെയ്യാണ്. അതുപോലെ തന്നെ അത് തമ്മിലൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക്